അടിപൊളി അടാറ് ട്രേഡിംഗ് കിട്ടിയ ദിവസമായിരുന്നു. എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ട് ട്രേഡിംഗ് കിട്ടി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഫ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നിഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബെയറിഷ് ഓപ്ഷൻ താഴെ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ് താഴെ ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് നിന്ന് തേർഡ് ടാർഗറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്തു. ബെയറിഷ് ഓപ്ഷൻ്റെ ഭാഗത്ത് പൊട്ടി, ആദ്യം ഒന്ന് കയറിപ്പോയി, അടുത്ത ഈ ക്യാൻഡിൽ പൊട്ടി, അത് വീണ്ടും ഫസ്റ്റ് ടാർഗറ്റ് വന്നു, വീണ്ടും ബെയറിഷ് ഓപ്ഷൻ്റെ ഭാഗത്ത് ഒരു സെല്ലിംഗ് പ്രഷർ വന്നു, വീണ്ടും ഫസ്റ്റ് ടാർഗറ്റ് നിന്ന് സെക്കൻഡ് ടാർഗറ്റ് വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ട്രേഡ്സ് കിട്ടിയ ദിവസമായിരുന്നു നിങ്ങൾക്ക് ഇന്ന് കൃത്യമായിട്ട് മാർക്കറ്റിൽ കടന്നുപോയത്. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ടാർഗറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റിന്റെ ഭാഗത്ത് തന്നെ ഓപ്പൺ ചെയ്ത് തിരിച്ച് പി ഒ സിയുടെ ഭാഗത്തേക്ക് പോകും. ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ വലിയൊരു ട്രേഡൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ പ്രതീക്ഷയൊന്നുമില്ല. ഈ ഒരു റെഫറൻസ് ലെവലൊക്കെ തന്നെ ആക്റ്റീവായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് വർക്ക് ആയിട്ടുള്ളൂ. മിഡ് ക്യാപ്പ് ബെയറിഷ് റെഫറൻസ് പൊട്ടി ഫസ്റ്റ് ടാർഗറ്റ് നിന്നു, സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റ് റിവേഴ്സ് ചെയ്തു, എന്നിട്ട് പി ഒ സിയുടെ ഭാഗത്തേക്ക് വന്നു, പിന്നെ ബെയറിഷ് റെഫറൻസ് പൊട്ടിയിട്ടില്ല. നിഫ്റ്റി പൊട്ടിയതുപോലെ ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് ഒന്നും മിഡ് ക്യാപ്പ് ഒന്നുമില്ല. പക്ഷേ മിഡ് ക്യാപ്പ് ഒരു സ്മൂത്ത് ട്രേഡിൻ്റെ ആയിരുന്നു. നല്ല കിടിലം ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടിയ ദിവസമായിരുന്നു എല്ലാവർക്കും ഇന്ന് കടന്നുപോയത്. ആരും ഒരാൾ പറഞ്ഞ് സ്റ്റോപ്പ് അടിച്ചു, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നമ്മളെ ഈ ഇന്നത്തെ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് 15 മിനിറ്റ്സിന് ക്യാൻഡിൽ ഇതുപോലെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരണമെങ്കിൽ വാച്ച് ചെയ്യുക. അതിൻ്റെ ലോവർ ലെവൽ സ്ട്രക്ചറിന് താഴെ നല്ല ഹെവി സെല്ലിങ് വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മാർക്കറ്റ് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഏതാണ് നമ്മളെ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഈ ഫസ്റ്റ് 50 മിനിറ്റ്സിൻ്റെ ലോ ഇതായിരുന്നു. താഴെ ഈ 50 മിനിറ്റ്സ് ലോ താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ട്രേഡബിൾ കിട്ടി. നിഫ്റ്റി ആണെങ്കിൽ കൂടി ഫസ്റ്റ് 15 മിനിറ്റ്സ് ലോ ഇതായിരുന്നു, ഇത് പൊട്ടി താഴേക്ക് ഇറങ്ങി ട്രേഡബിൾ ടാർഗറ്റ് കിട്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ കൃത്യമായിട്ട് കടന്നു പോയത്. അപ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പായിരുന്നു ഇന്ന്. പി ഒസിയുടെ ഐബിയുടെ തൊട്ട് മുകളിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നോർമൽ വേരിയേഷൻ അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ടാർഗറ്റ് കിട്ടിയില്ല. നോർമൽ ഡേ സ്ട്രക്ചറിലൊക്കെ തന്നെയാണ് പോയി. നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ്. ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ളത്. മിഡ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ വേരിയേഷൻ അപ്പാണ്, ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് ആണ്. ബി പി ഡിയിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് തിരിച്ച് കയറിപ്പോവാണ് ചെയ്തത്. ഇന്നത്തെ പി ഒ സി ഓൾമോസ്റ്റ് സെയിം ആണ്. സോ 13,734 ഭാഗത്തേക്ക് ആ പി ഒ സി വന്നിട്ട്, അപ്പോൾ നമുക്ക് ആദ്യം മിഡ് ക്യാപ്പിനൊന്ന് പി ഒ സി തട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം. 13,734 ഭാഗത്തേക്ക് ആ പി ഒ സി ഞാനൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബെയറിഷ് റെഫറൻസും ബുള്ളിഷ് റെഫറൻസും ഒക്കെ ഒന്നും മാറ്റാറുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ 13,630 താഴെ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. എത്രയാണ്? 13,630 താഴെ ആയിരിക്കും ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് 630 താഴെ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൻ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? മിഡ് ക്യാപ്പിനെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം ഈ ഒരു സി പി ഡിയുടെ ലോ ആയ 588 ഭാഗത്തേക്ക്, എത്രയാണ്? 13,588 ഭാഗത്തേക്ക് വരാം. 13,588 ഭാഗത്തേക്ക് വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഈ ബിയുടെ ലോ ആയ 13,540 ഭാഗത്തേക്ക്, എത്ര? 13,540 ഭാഗത്ത് 13,540 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,500 അല്ലെങ്കിൽ 13,500 ഭാഗത്ത് 13,500 എന്ന് പറഞ്ഞതിൻ്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 13,630 പൊട്ടിയാൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് താഴേക്ക് വന്ന് 588, 540, 500 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രൊഫൈലിൻ്റെ ഇത്രയും കയറിപ്പോയ കുറച്ച് ഭാഗത്തൊരു യു ഫീസ് ഒക്കെ അൺഫിനിഷ്ഡ് ബിസിനസ് ഒക്കെ ഉണ്ട്. ആ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. ഇനി ബൈയിങ് എന്ന് പറഞ്ഞാൽ എടുക്കണമെങ്കിൽ ഇന്നലത്തെ ഹൈ അല്ലെങ്കിൽ 13,825 മുകളിൽ ഞാൻ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നലത്തെ പ്രൊഫൈലിന്റെ സിംഗിൾ പ്രിൻസിപ്പിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകും. 13,825 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് 13,865 13,860 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 13,860 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 13,900
13,900 ഭാഗത്ത് എത്രയും 13,900 ഭാഗത്തേക്ക് നമ്മുടെ സിംഗിൾ പ്രിന്റ് ആണ് 13,900 ഭാഗത്തേക്ക് വരാം. അത് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 946 എന്ന് പറയുന്ന ഇന്നലത്തെ വാല്യൂ ഏരിയ ഹൈ 13,947 13,947 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 825 മുകളിൽ മാത്രമേ മിഡ് ക്യാപ്പിൽ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് ഈ പറഞ്ഞ റെഫറൻസ് ലെവലുകളൊക്കെ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും POCക്ക് മാത്രമേ എനിക്കൊരു മാറ്റമുള്ളൂ. ബാക്കി എല്ലാ റെഫറൻസ് ലെവലും സെയിം ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത് 59,200 ഭാഗത്ത് 59,199 ഭാഗത്തേക്കാണ് POC ഞാൻ വന്നിട്ടുള്ളത്. ബുള്ളിഷ് റെഫറൻസ് സെയിം ആണ്. 59,500 മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. 59,613, 59,776, 59,900 ഭാഗത്തേക്ക് പോവാം. സെല്ലിംഗ് ഇപ്പോഴും ഞാൻ എടുക്കുന്ന 59,050 സെല്ലിംഗ് എടുക്കും. അത് 58,942, 58,800, 58,603 ഈ ഒരു പ്രൊഫൈൽ തന്നെ ഫില്ല് ചെയ്യാനുള്ള ചാൻസേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി വലിയൊരു മൂവ്മെന്റ് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് ഈ പ്രൊഫൈൽ തന്നെ നാളത്തേക്കും ആക്റ്റീവ് ആവാനുള്ള ചാൻസാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ കാണുന്നത്. എൻ്റെ സൗണ്ട് കുറച്ച് ത്രോട്ടിന് ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് സൗണ്ട് അധികം ക്ലിയർ ആയി വരാത്തത്. അപ്പം ദയവായിട്ട് ഈ റെഫറൻസ് ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഒരിടത്തും പോയിട്ടില്ല, അവിടെ തന്നെ നിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയിൽ നല്ലൊരു ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റൊക്കെ ട്രേഡ് വന്നൊരു ഹെവി സെല്ലിങ് വന്നോട് താഴേക്ക് വന്നാണ് 25,800 എന്നല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് POC വളരെ ഇതാണ് 25,800. ഈ 25,800 നിഫ്റ്റി പൊട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ഒരു പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് 25,500 ഭാഗത്തേക്ക് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 25,800 നിങ്ങൾ സൂക്ഷിച്ച് വാച്ച് ചെയ്യണം. 25,800 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുമെങ്കിൽ 25,500ലേക്കുള്ള മൂവ്മെൻറ്റ് വളരെ കിടിലമായി തരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് ബെയറിഷ് റെഫറൻസ് ഞാനൊന്ന് തട്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ലെവൽസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസിനെ ഞാൻ 25,800 താഴത്തേക്ക് വന്നു. ഇപ്പോൾ ഇന്നലെ വീഡിയോ ഞാൻ പറഞ്ഞു 25,900 വരും 800 വരുമെന്ന് ചോദിച്ചു. ഇന്ന് കൃത്യമായിട്ട് 25,800 വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ലെവൽസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് കൃത്യമായി ട്രേഡിംഗ് കിട്ടുമായിരുന്നു. 25,800 പൊട്ടുമെങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് 25,750 ഭാഗത്തേക്ക് പോകാം. എത്രയാണ് 25,750 ഭാഗത്തേക്ക് ഒരു സപ്പോർട്ട് വരും. അതിന് താഴെ അടുത്തത് 25,700 25,700 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി ഈ ഒരു ഏരിയ 25,642 25,600 പൊട്ടുവാണെങ്കിൽ 25,642 ഭാഗത്തേക്കും നിഫ്റ്റി വരാം. ചുരുക്കി പറഞ്ഞാൽ 25,800 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 25,750, 25,700, 25,642 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അടുത്തത് ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ ഞാൻ ഇനി ഈ 25,940 മുകളിൽ അല്ലെങ്കിൽ ഇന്നത്തെ POC എത്രയാണ് 25,845 ഭാഗത്തേക്ക് ഞാൻ ആ POC 25,845 ഭാഗത്തേക്ക് ആ POCയെ 25,840 ഭാഗത്തേക്ക് ഞാൻ POC കൊണ്ടുവന്നിട്ടുണ്ട്. ബുള്ളിഷ് റെഫറൻസ് പറയുമ്പോൾ 25,950 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക. എത്രയാണ് 25,950 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അത് ഫസ്റ്റ് 26 എന്ന് പറഞ്ഞ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്ത് 26,000 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് 26,055 ഭാഗത്തേക്ക് പോകും. 26,055 ഭാഗത്ത് 26,055 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് കൃത്യമായി പറയുകയാണെങ്കിൽ 26,000 ഇന്നത്തെ CPO വന്ന അല്ലെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത 26,108 എത്രയാണ് 26,108 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നാളെ FOMCയുടെ ഡിസംബർ 9, 10 FOMC മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഇന്നും നാളെ ആയിട്ട് FOMC മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള മൂവ്മെന്റ് വരും. FOMCയിൽ ഔട്ട്കം അവരെന്തെങ്കിലും പോസിറ്റീവായ രീതി ഔട്ട്കം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിനൊക്കെ ഹെവി ആയിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഇന്നും നാളെയും പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളും കുറച്ച് വോളറ്റിലിറ്റി മൂവ്മെന്റ് ഒക്കെ മാർക്കറ്റിൽ വരും. ഈ ന്യൂസ് ലീക്ക് ആവുന്നുണ്ട്. കൃത്യമായ ലെവലിൽ മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക.